എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു PYQ സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ നമ്മൾ ചാനലിൽ PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മലയാളം PYQ സെക്ഷൻ ആയിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ റാങ്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട്. അത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഇവയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ജനറൽ ടോപ്പിക്കുകളേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ മലയാളം സെക്ഷൻ അനലൈസ് ചെയ്ത അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഐ ബട്ടണിൽ അത് ആഡ് ചെയ്തേക്കാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന മാത്സ് ക്ലാസ് 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 2 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 05/2025 മാത്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതിലെ മാത്സ്, അതായത് സ്റ്റേജ് 2 10th ലെവൽ പ്രിലിംസിലെ മാത്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ബിഗിനേഴ്സിന് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്കത് എന്തായാലും പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ 81ാമത്തെ ചോദ്യമായിട്ടായിരുന്നു മാത്സ് സെക്ഷൻ വരുന്നത്. 81ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ 60, 62, 57, 58. ഇങ്ങനെ തുടർച്ചയായ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് എങ്കിൽ ആ സംഖ്യകളുടെ നടുവിൽ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് അവയുടെ ആവറേജ് ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് ഈ 5 എണ്ണൽ സംഖ്യകളുടെ നടുവിൽ വരുന്ന സംഖ്യ ആയിരിക്കും. എന്താ 5 എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, 5 5 എണ്ണൽ സംഖ്യകളുണ്ട്. ഇവിടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 300 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം. ഇപ്പൊ തുക നമുക്ക് തന്നിട്ടുണ്ട്, 300 ആണ് തുക, എണ്ണം എന്ന് പറയുന്നത് 5. അപ്പൊ ഇതിന്റെ ആവറേജ് എത്രയായിരിക്കും? 300 ബൈ 5, 1 5 5 6 5 30 60. അപ്പോൾ ഈ 5 എണ്ണൽ സംഖ്യകളുടെ ആവറേജ് 60 ആണ്. അപ്പൊ 5 എണ്ണൽ സംഖ്യകളുടെ നടുവിൽ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ആയിരിക്കും. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ നടുവിൽ വരുന്ന സംഖ്യയായിരിക്കും. അപ്പോൾ നമുക്ക് നടുവിലത്തെ സംഖ്യ 60 കിട്ടിയല്ലോ. അപ്പൊ ഇതിന്റെ രണ്ട് സൈഡിലേക്കുള്ളത് നമുക്ക് എഴുതിയെടുക്കാൻ പാടില്ലേ? എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ 1 വീതമാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ 60 കഴിഞ്ഞിട്ട് വരുന്ന എണ്ണൽ സംഖ്യ 61, 62. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ ഏതാ? ഇതാണല്ലോ, 62. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. ഇതുപോലെ തന്നെ ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാലും നമുക്ക് എഴുതാം, കാരണം നമുക്ക് മിഡിലുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് പുറകോട്ട് എഴുതാമല്ലോ നമുക്ക്. 59, 58. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ 58ഉം ഏറ്റവും വലിയ സംഖ്യ 62ഉം. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക തന്നു കഴിഞ്ഞാൽ തുടർച്ചയായ സംഖ്യകളുടെ, അത് അങ്ങനെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക തന്നാൽ നമുക്ക് അതിന് ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് കണ്ടുപിടിച്ചാൽ മിഡിലുള്ള നമ്പർ കിട്ടും. അപ്പൊ അതിന്റെ രണ്ട് സൈഡിലേക്കുള്ള നമ്പർ എഴുതി കഴിഞ്ഞാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? ഭിന്നസംഖ്യകളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ സെയിം ആണ് എങ്കിൽ നമുക്ക് ആ ഡിനോമിനേറ്ററിനെ അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്ത് എഴുതിയിട്ട് ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അതായത് ഇപ്പോൾ ഒരു ഭിന്നസംഖ്യ, അത് എ ബൈ ബി, സി ബൈ ബി, 2 ഭിന്നസംഖ്യകളാണെന്ന് വിചാരിക്കാം. ഇവയുടെ പ്രത്യേകത എന്താ? ഇവയുടെ രണ്ടിന്റെയും ഛേദം, അതായത് ഡിനോമിനേറ്റർ സെയിം ആണ്. ബി ആണല്ലേ രണ്ടിന്റെ ഡിനോമിനേറ്റർ. ഇങ്ങനെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന 2 ഭിന്നസംഖ്യകളെ നമുക്ക് കൂട്ടുവാൻ നേരത്ത് ഈ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ നമുക്ക് ഇങ്ങ് എടുത്തെഴുതാം. എന്നിട്ട് ന്യൂമറേറ്ററിനെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. മനസ്സിലായോ?
രണ്ട് ഭിന്നസംഖ്യകൾ, ആ ഭിന്നസംഖ്യകളുടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ് എങ്കിൽ ഇവയെ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്തെഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ, ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. മനസ്സിലായോ? a+c/b എന്ന ഫോമിലാവും. അപ്പൊ നമുക്കിനി ഓരോ ഓപ്ഷനിൽ ഈ ഒരു റൂള് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ ജോഡി നമുക്ക് എടുക്കാം. ഏതാ ആദ്യത്തെ ജോഡി? 1/2, 1/2. നോക്കിക്കേ, തന്നിരിക്കുന്ന രണ്ട് ഭിന്നസംഖ്യകളുടെയും ഡിനോമിനേറ്റർ സെയിം ആണ്, രണ്ടും 2 ആണല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ് എങ്കിൽ ആ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്തെഴുതാം. അപ്പൊ അത് 2 എഴുതും. എന്നിട്ടോ ന്യൂമറേറ്ററിനെ തമ്മിൽ ആഡ് ചെയ്യും. 1 + 1. അപ്പൊ എന്ത് വന്നു? 2/2 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1. അപ്പൊ തുക 1 വന്നു അല്ലെ. ഓപ്ഷൻ എയുടെ തുക എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി 3/2, 1/3. ഇവിടെയും നമുക്ക് എന്താ, ന്യൂമറേറ്റർ സെയിം ആയിട്ടാ, ഡിനോമിനേറ്റർ രണ്ടിന്റെയും സെയിം ആയിട്ടാണ് വന്നേക്കുന്നത്. 3 എന്നാ വന്നേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഈ ഡിനോമിനേറ്ററിനെ എടുത്ത് എഴുതാം. 3 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 3 എഴുതി. എന്നിട്ടോ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. 2 + 1 വിച്ച് ഇസ് ഈക്വൽ ടു 3/3. അപ്പൊ 3യും 3യും കട്ട് ചെയ്യാം. അവിടെയും നമുക്ക് 1 വരും. അപ്പോൾ ഓപ്ഷൻ ബിയിലും നമുക്ക് 1 ആണ് തുക വരുന്നത്. ഇനി ഓപ്ഷൻ സി എടുക്കാം. 5/11, 4/11. ഇതിനെ നമുക്ക് ആഡ് ചെയ്യാം. ഡിനോമിനേറ്റർ ഇവിടെ രണ്ടും സെയിം ആണ്, രണ്ടും 11 ആണ്. അപ്പൊ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് 11 എടുത്തെഴുതാം. എന്നിട്ട് ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യാം. 5 + 4 വിച്ച് ഇസ് ഈക്വൽ ടു 9/11. ഇത് വെട്ടി കുറയ്ക്കാനൊന്നുമില്ല. 9/11 എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ ഇവിടെ തുക 1 വന്നോ? തുക 1 വന്നിട്ടില്ല. അപ്പൊ തുക 1 വരാത്തത് നമുക്ക് കിട്ടി. ഓപ്ഷൻ സി ആണ് തുക 1 വരാത്ത ജോഡി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഓപ്ഷൻ ഡിയും കൂടെ ഒന്ന് ചെയ്തു നോക്കാം. ഓപ്ഷൻ ഡിയിൽ ഏതൊക്കെയാ തന്നിരിക്കുന്നത്? 15 7, 15 8. അപ്പൊ ഇവിടെയും എന്താ, ഡിനോമിനേറ്റർ രണ്ടിന്റെ സെയിം ആണ്. ഡിനോമിനേറ്റർ നമ്മൾ എടുത്തെഴുതുന്നു 15, ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യുന്നു 7 + 8 വിച്ച് ഇസ് ഈക്വൽ ടു 15/15. അപ്പൊ അതും 1 തന്നെ വരും. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സിയിൽ മാത്രമാണ് 1 നമുക്ക് വരാത്തതുള്ളൂ. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ഇത്തരത്തിലുള്ള ഭിന്നസംഖ്യകളുടെ ചോദ്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന കേസിൽ ആ ഡിനോമിനേറ്ററിനെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തെഴുതിയിട്ട് ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം. സബ്ട്രാക്ഷൻ ആണെങ്കിലും സെയിം ഇത് തന്നെ, സെയിം ഡിനോമിനേറ്ററിനെ എടുത്തെഴുതുക, എന്നിട്ട് ന്യൂമറേറ്ററിനെ സബ്ട്രാക്ട് ചെയ്ത് എടുത്തെഴുതുക. അതായിരിക്കും നമ്മുടെ പുതിയ ഭിന്നസംഖ്യ. അപ്പൊ ഈ റൂള് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ചു വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 4/3 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? 7 ലിറ്റർ, 8 ലിറ്റർ, 10 ലിറ്റർ, 12 ലിറ്റർ. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ? 36 ലിറ്റർ ആണല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ടാങ്ക് എന്ന് വിചാരിക്കുക. ഈ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇതിൽ മൊത്തം എത്ര കൊള്ളുന്ന പറഞ്ഞേക്കുന്നത്? 36 ലിറ്റർ വെള്ളം കൊള്ളും. ഈ ടാങ്കില് ആദ്യം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളം എന്ന് പറഞ്ഞതാ ഇത്രയും വെള്ളമായിരുന്നു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ലെറ്റ് ഇറ്റ് ബി എക്സ് ലിറ്റർ വെള്ളമാണ് ഇതിലുണ്ടായിരുന്നതെന്ന് വിചാരിക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു. എന്തോരം വെള്ളം ഒഴിച്ചു? ഇതിലേക്ക് 20 ലിറ്റർ വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. 20 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ഈ ടാങ്കിൻ്റെതാ ഇത്രയും ഭാഗം നിറഞ്ഞു. 4/3 ഭാഗം നിറഞ്ഞു. 36 ലിറ്റർ മൊത്തം കൊള്ളും. 20 ലിറ്ററും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ 4/3 ഭാഗം നിറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ 4/3 ഭാഗമായിട്ട് നിറഞ്ഞു. അതായത് ഇപ്പൊ ഈ 4/3 ഭാഗം എത്ര ലിറ്റർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാലോ. മൊത്തം 36 ലിറ്റർ ഉണ്ട്. 20 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ ആകെ ടാങ്കിന്റെ 4/3 ഭാഗം നിറഞ്ഞു. അപ്പൊ 36 ലിറ്ററിന്റെ 4/3 ഭാഗമായിട്ട് ഇപ്പൊ ഇതിൽ വെള്ളമുണ്ട്. അപ്പൊ എത്രയാന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 36 ലിറ്ററിന്റെ 4/3 ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 4 4 9 4 36 27 ലിറ്റർ ഇപ്പൊ ഈ ടാങ്കിന്റെ അകത്ത് വെള്ളമുണ്ട്. മൊത്തം 27 ലിറ്റർ ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ചോദ്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ചു വെള്ളമുണ്ട്. അപ്പൊ ആ കുറച്ചു വെള്ളം എത്രയായിരുന്നു? എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അതിലേക്ക് 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ എക്സിലേക്ക് +20 ലിറ്റർ
അല്ലെ? 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 4/3 ഭാഗം നിറഞ്ഞു. അതിപ്പോ എത്ര ലിറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ? അതെത്രയാ? 27 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? ഈ എക്സ് എത്രയാന്നാ ചോദിച്ചേക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കാലോ. എക്സ് പ്ലസ് 20 എന്ന് പറയുന്നത് 27 തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് 27 മൈനസ് 20, 7 ലിറ്റർ ആയിരിക്കും ടാങ്കിൽ ആദ്യം ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? 5³ 5⁴, 5⁵, 5�7. ഒരു സംഖ്യയുടെ പൂർണ്ണവർഗം കിട്ടണമെങ്കിൽ അതിന്റെ പവറായിട്ട് ഇരട്ട സംഖ്യ വരണം, എങ്കിലാണ് നമുക്ക് പൂർണ്ണവർഗം കിട്ടുന്നത്. അപ്പൊ ഈ കേസിൽ പവറായിട്ട് വരുന്നത്, ഈവൻ നമ്പർ വരുന്നത് ഏതിൽ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി 5⁴ മാത്രമാണ് ഇരട്ട സംഖ്യ പവറായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ മാത്രമാണ് പൂർണ്ണവർഗം നമുക്ക് കിട്ടുകയുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. 5ന്റെ കേസ് തന്നെ നമുക്ക് എടുത്തു നോക്കാം. 5⁴ എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 വരും. 5² എന്ന് പറഞ്ഞാൽ 25 വരും. 5³ എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത്? 125. 5⁴ എന്ന് പറഞ്ഞാൽ 625. ഈ 625 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് 25ന്റെ സ്ക്വയർ ആണ്. 25ന്റെ സ്ക്വയർ ആണ് 625. അപ്പൊ നോക്കിക്കേ, ഇതില് വർഗം എന്ന് പറഞ്ഞാൽ ഏതിന്റെയും രണ്ടാമത്തെ പവറിനെയാണല്ലോ, സ്ക്വയറിനെയാണ് നമ്മൾ വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 25ഉം 625 മാത്രമല്ല ഇവിടെ നമുക്ക് ഇത്രയും പവറുകൾ എഴുതിയതിൽ പൂർണ്ണവർഗമായിട്ട് വന്നോളൂ. അപ്പൊ അവിടുത്തെ ആ കേസുകളിൽ ഇതിന്റെ പവർ നോക്കിക്കേ, 2, 4 ഇരട്ട സംഖ്യകളല്ലേ അവിടെ പവറായിട്ട് വന്നത്. അപ്പൊ അതായത് ഒരു സംഖ്യയുടെ പവറായിട്ട് ഈവൻ നമ്പർ വന്നെങ്കിലാണ് നമുക്ക് പൂർണ്ണവർഗം കിട്ടുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ വേറെ ഒന്നും നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ അത് ഒഴിവാക്കിയേക്കുക. തന്നിരിക്കുന്ന സംഖ്യകളിൽ പവറിൽ ഇരട്ട സംഖ്യ വരുന്നത് എവിടെയാണോ അതായിരിക്കും പൂർണ്ണവർഗം നമുക്ക് നൽകുന്നത്. ക്ലിയർ ആയോ? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 84ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഓപ്ഷൻ ബി വരും. അവിടെ മാത്രമാണ് 5ന്റെ പവറായിട്ട് ഇരട്ട സംഖ്യ ഈവൻ നമ്പർ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആ 5⁴ എന്നതായിരിക്കും പൂർണ്ണവർഗം ആയിട്ടുള്ള നമ്പർ. അടുത്ത ചോദ്യം നോക്കാം. 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? ചോദ്യത്തില് നമ്മളോട് തന്നേക്കുന്നത് എന്തൊക്കെയാണ്? 1 കിലോഗ്രാം ആപ്പിളിന്റെ വില തന്നിട്ടുണ്ട്, 1 കിലോഗ്രാം ഓറഞ്ചിന്റെ വിലയും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കാം. 1 കിലോഗ്രാം ആപ്പിളിന്റെ വില, 1 കിലോഗ്രാം ആപ്പിളിന്റെ വില എത്രയാണ്? 180 രൂപ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് 3 കിലോഗ്രാം ആപ്പിളിന്റെ വില കാണാൻ പാടില്ലേ? 3 കിലോഗ്രാം ആപ്പിളിന്റെ വില എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 180 × 3 എന്ന് പറഞ്ഞാൽ 540 രൂപ. ഇനി 1 കിലോഗ്രാം ഓറഞ്ചിന്റെ വില തന്നിട്ടുണ്ട്. 1 കിലോഗ്രാം ഓറഞ്ചിന്റെ വില അതെത്രയാ? 60 രൂപ. അങ്ങനെയാണെങ്കിൽ 4 കിലോഗ്രാം ഓറഞ്ചിന്റെ വില എത്രയായിരിക്കും? 4 കിലോഗ്രാം ഓറഞ്ചിന്റെ വില എന്ന് പറയുന്നത് 60 × 4 എന്ന് പറയുന്നത് 240 രൂപ. അപ്പൊ ഇനി നമുക്ക് 3 കിലോഗ്രാം ആപ്പിളിന്റെ വിലയും കിട്ടി, 4 കിലോഗ്രാം ഓറഞ്ചിന്റെ വിലയും കിട്ടി. ഇനി ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആകെ എത്ര രൂപയാവുന്ന കിട്ടില്ലേ? അപ്പൊ നോക്കിക്കേ, 540 + 240 എന്ന് പറയുമ്പോൾ 0, 4, 4, 8, 5, 2, 7, 780 രൂപ. ഓപ്ഷൻ ബി ആണ് ഇതിലെ ഉത്തരമായിട്ട് വരുന്നത്. 86ാമത്തെ ചോദ്യം. 20 മീറ്റർ/സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? ഇത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി v = ഡിസ്റ്റൻസ് d by ടൈം t. ഇങ്ങനെ ഓർക്കാം. വെലോസിറ്റി v = d by t. അപ്പൊ ഇതിൽ നിന്ന്
എല്ലാം കണ്ടുപിടിക്കാൻ മതിയെന്ന്. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാലോ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ തമ്മിൽ ഗുണിച്ചാൽ മതിയല്ലോ. വെലോസിറ്റി ഇൻറ്റു ടൈം. അതുപോലെ ഈ ടൈം കണ്ടുപിടിക്കാൻ ഇതിന്ന് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ വെലോസിറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ടൈമിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പം ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. 3 ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് തന്നേക്കുന്ന എന്താ? 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗത. വെലോസിറ്റി എന്ന് പറയുന്നതാണ് വേഗത. വേഗത തന്നിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ. അപ്പൊ നമുക്ക് ദൂരമാണ്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 36 കിലോമീറ്റർ. സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? ടൈം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തെഴുതി. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. യൂണിറ്റുകളെല്ലാം ഒരേ രീതിയിലേക്ക് കൊണ്ടുവരണം. കാരണം ഇവിടെ വെലോസിറ്റി തന്നേക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്, ഡിസ്റ്റൻസ് കിലോമീറ്ററിലോ തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കും. 36 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 36 ഇൻറ്റു 1000. അപ്പോൾ 36,000 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ടൈം കണ്ടുപിടിക്കാലോ. നമുക്കറിയാം വെലോസിറ്റി v ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പോൾ 36,000 ഡിവൈഡഡ് വിത്ത് 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 18,2 1800. 1800 എന്താണത്? 1800 സെക്കൻഡ് ആണ് നമുക്ക് കിട്ടിയേക്കണേ. കാരണം നമ്മൾ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു, ദൂരം എന്ന് പറയുന്നത് മീറ്ററിലും ആയിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 1800 സെക്കൻഡ് ആണ്. പക്ഷെ ഉത്തരം നോക്കിക്കേ, എല്ലാം മിനിറ്റിലാണ്. നമുക്കറിയാം 60 സെക്കൻഡ് ആണല്ലോ ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡിനെ മിനിറ്റിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 1800 സെക്കൻഡിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 30 മിനിറ്റ് ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. മനസ്സിലായോ? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഈ ഒരു ഇക്വേഷൻ എന്തായാലും ഓർത്ത് വെക്കണം. വെലോസിറ്റി v ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. എന്നിട്ട് ഇതിൽ ഓരോ പാരാമീറ്റേഴ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷനിലേക്ക് നമുക്ക് ഓരോന്നിന്റെയും ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യ ഏതാണ്? 1.25 ആണ്. ഈ ദശാംശ സംഖ്യ എങ്ങനെയാണ് ഭിന്നസംഖ്യയാക്കി മാറ്റുന്നതെന്ന് നോക്കാം. ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ദശാംശം ഒഴിവാക്കിയിട്ട് ഈ സംഖ്യ അങ്ങനെ തന്നെ എടുത്തെഴുതുക. 125. ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ. ഇനി ഡിനോമിനേറ്ററിൽ നമ്മൾ കൊടുക്കുന്നത് ദശാംശം കഴിഞ്ഞിട്ട് എത്ര പൊസിഷൻ ഉണ്ടെന്ന് നോക്കുക. 1, 2 2 പൊസിഷൻ ഉണ്ടല്ലേ. അപ്പോൾ 10ന്റെ ആ പവർ എടുക്കുക. അതായത് ഇവിടെ 2 പൊസിഷൻ ഉണ്ട്. അപ്പൊ 10ന്റെ സെക്കൻഡ് പവർ 10 സ്ക്വയർ. അപ്പം 100. അപ്പോൾ ഇതിന്റെ ഡിനോമിനേറ്ററിൽ 100 വരും. ഇനി ദശാംശം കഴിഞ്ഞിട്ട് 3 പൊസിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിലോ ഡിനോമിനേറ്ററിൽ 10ന്റെ 3ാമത്തെ പവർ അതായത് 1000 വരും. അപ്പൊ ഈ കേസിൽ നമുക്ക് ദശാംശം കഴിഞ്ഞിട്ട് 2 പൊസിഷൻ ആണ് ഉള്ളത്. അപ്പൊ 10ന്റെ 2ാമത്തെ പവർ അതായത് 100 അതായിരിക്കും നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയുടെ ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ ദശാംശം ഒഴിവാക്കിയിട്ട് ആ സംഖ്യ അങ്ങനെ തന്നെ എടുത്തെഴുതുക. എന്നിട്ട് ഡിനോമിനേറ്ററിൽ 10ന്റെ പവർ എഴുതുക. 10ന്റെ എത്രാമത്തെ പവറാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ദശാംശം കഴിഞ്ഞിട്ട് എത്ര പൊസിഷൻ ഉണ്ടെന്ന് നോക്കുക. അത്രയും ടൈംസ് പവർ, ആ 10ന്റെ പവർ എടുത്ത് അതിന്റെ ഡിനോമിനേറ്റർ എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ വന്നേക്കുന്നത് 125/100 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ വെട്ടി കുറയ്ക്കാം. 5 വെച്ച് വെട്ടി കുറയ്ക്കാലോ. 5 വെച്ച് പോകുമ്പോൾ 2 5 10, 25 5 125, 25 100, വീണ്ടും 5 കൊണ്ട് വെട്ടാം. 5 25, 4 5 20. അപ്പോൾ ഇതിനെ ലഘൂകരിച്ച് കഴിയുമ്പോൾ എന്ത് വരും? 5/4 എന്ന് നമുക്ക് ഉത്തരത്തിൽ കിട്ടും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 88ാമത്തെ ചോദ്യം നോക്കാം. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? ലാഭവും നഷ്ടം എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണിത്. പല ടൈപ്പ് ഉണ്ട്. അതിൽ ഈ ഒരു ടൈപ്പ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ പറ്റും.
നമുക്ക് നോക്കാം. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞേക്കണം. ആ സാധനത്തിന്റെ വില, അത് വാങ്ങിയ വില, അതിന്റെ മുടക്ക് മുതൽ എന്ന് പറയുന്നത് എക്സ് രൂപയായിട്ട് നമുക്ക് അങ്ങ് എടുക്കാം. എക്സ് രൂപയുള്ള ഒരു സാധനം അയാൾ വിറ്റ വില എന്ന് പറയുന്നത് എത്രയാണ്? 2070 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അയാൾക്ക് 10% നഷ്ടമുണ്ടായി എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ? എക്സ് വിലയുള്ള സാധനം 10% നഷ്ടമുണ്ടായപ്പോൾ അയാൾ വിറ്റ വില എന്ന് പറയുന്നത് 2070 രൂപയാണ്. ഇനി ഇതിനെ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. എക്സ് ഇൻറ്റു ഒരു ഭിന്നസംഖ്യ ഇസ് ഈക്വൽ ടു 2070. ഇനി ഭിന്നസംഖ്യ എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ജയിച്ചു. ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. ക്ലിയർ? ഇനി ഇതിന്റെ ന്യൂമറേറ്റർ എഴുതാൻ. ന്യൂമറേറ്റർ ലാഭമാണോ നഷ്ടമാണോ എന്നനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു വസ്തുവിന്റെ വില എന്ന് പറയുന്നത് നമ്മൾ 100% എടുക്കുകയാണ് എങ്കിൽ അപ്പൊ അത് 10% നഷ്ടത്തിനാണ് വിറ്റു എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ 90 എന്നാവും. അതായത് 100-ൽ നിന്നും 10% നഷ്ടമായതുകൊണ്ട് 10 കുറയ്ക്കും. അങ്ങനെയാണ് നമുക്ക് 90 വരുന്നത്. ഇപ്പൊ ഇവിടെ 10% നഷ്ടമാണ് എങ്കിൽ, ഇനി ഇത് 10% ലാഭത്തിലാണ് വിറ്റു എന്ന് പറയുന്നത് എങ്കിൽ ആ സമയത്ത് ന്യൂമറേറ്റർ എന്താവും? 110 ആവും. ഇവിടെ വന്നത് 100ന്റെ കൂടെ നമ്മൾ ലാഭമായതുകൊണ്ട് 10 കൂട്ടും. ക്ലിയർ ആയോ? വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അയാൾ 5% നഷ്ടത്തിനാണ് വിറ്റത് എന്ന് പറയുകയാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ആ ന്യൂമറേറ്റർ എന്താവും? 100-ൽ നിന്നും 5 കുറച്ച് 95 ആവും. അതായത് 100 വില, 5% നഷ്ടമായതുകൊണ്ട് 5 കുറയ്ക്കും. അങ്ങനെ അത് 95 ആവും. 5% ലാഭത്തിനാണ് വിറ്റത്. അങ്ങനെ പറയുവാണെങ്കിലോ 100ന്റെ കൂടെ 5 കൂട്ടി 105 ആവും. 100-ൽ നിന്നും 5 കൂട്ടും. അപ്പൊ നമുക്കിതിനെ ജനറലൈസ് ചെയ്ത് എങ്ങനെ പറയാം? ന്യൂമറേറ്റർ ഇപ്പൊ X% ലാഭത്തിനാണ് വിറ്റത് എങ്കിൽ ന്യൂമറേറ്റർ എപ്പോഴും 100 + X ആയിരിക്കും. X% നഷ്ടത്തിനാണ് വിറ്റത് എങ്കിൽ 100 - X ആയിരിക്കും ന്യൂമറേറ്റർ. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ന്യൂമറേറ്റർ എന്തായിരിക്കും? അപ്പൊ വിറ്റ വിലയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 2070. അത് 10% നഷ്ടത്തിനെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ന്യൂമറേറ്റർ എന്ത് വരും? 100-ൽ നിന്നും 10 കുറച്ച് 90. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ് കണ്ടുപിടിക്കാലോ, വില കണ്ടുപിടിക്കാലോ. 0 ക്യാൻസൽ ചെയ്തു. 9 വെച്ച് വെട്ടാം. 9 9, 9 18, 27 9 27. അപ്പം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം അതിന്റെ വില എന്ന് പറയുന്നത് 2300 രൂപയായിരുന്നു. 2300 രൂപയുള്ള സാധനത്തിന് അയാൾ 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടം ഉണ്ടായെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആ സാധനം 5% ലാഭത്തിന് വിൽക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? സാധനത്തിന്റെ വില ഇൻറ്റു ഒരു ഭിന്നസംഖ്യ. ഭിന്നസംഖ്യ എന്താന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 5% ലാഭം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ലാഭം എന്നാവുമ്പോ 105 ആവും അല്ലെ? 100 + 5 105 ആവും. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആ സാധനത്തിന് 5% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 2300 × 105/100. അപ്പൊ നമുക്ക് ഈ 0 ക്യാൻസൽ ചെയ്യാം. 105 × 23 എത്രയാന്ന് നോക്കാം. 3 15 5 10 1 2 2 2415 രൂപയ്ക്ക് അയാൾ വിറ്റിരുന്നു എങ്കിൽ അയാൾക്ക് 5% ലാഭം ലഭിച്ചേനെ. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു സാധനത്തിന്റെ വിലയ്ക്ക് 10% നഷ്ടമുണ്ടായി എന്ന് പറയുമ്പോഴും 10% ലാഭമുണ്ടായി എന്ന് പറയുമ്പോഴും ആ ന്യൂമറേറ്ററിൽ വരുന്ന മാറ്റം എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരം നൽകുന്നതായിരിക്കും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
89ാമത്തെ ചോദ്യമാണ്. 196 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? ഇപ്പൊ ഒരു സമചതുരത്തിന്റെ ഒരു വശം എ ആണ് എങ്കിൽ, സമചതുരത്തിന്റെ ഒരു വശം എ ആണ് എങ്കിൽ അതിന്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയും, പരപ്പളവ് എന്ന് പറയും, എല്ലാം ശരിയാണ് കേട്ടോ. അതിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ ആണ് എ വശമുള്ള ഒരു സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? സമചതുരത്തിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? എ സ്ക്വയർ എന്ന് പറയുന്നത് 196 ചതുരശ്ര മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ എ സ്ക്വയർ തന്നിട്ടുണ്ട്, ചോദിച്ചേക്കുന്നത് എ ആണ്. എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതിയല്ലോ. സ്ക്വയർ റൂട്ട് ഓഫ് 196, അത് എത്രയാ? 14ന്റെ സ്ക്വയർ ആണ് 196. അപ്പൊ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് 14 മീറ്റർ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഇത് വേറെ ഒന്നും അറിയേണ്ട, ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മതി. വിസ്തീർണത്തിന്റെ ഇക്വേഷൻ, സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. 90ാമത്തെ ചോദ്യം. 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഈ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ അതിന്റെ LCM ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഈ സംഖ്യകളുടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ സംഖ്യകളുടെ LCM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 5, 7, 14 ഈ സംഖ്യകളുടെ LCM നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം LCM കണ്ടുപിടിക്കാം. ഇനി ഇതില് 3ലും പോകുന്ന നമ്പറുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഘടകങ്ങളായിട്ട് എടുക്കാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ നോക്കുക. ഇല്ല എങ്കിൽ ഏതെങ്കിലും 2 എണ്ണത്തിലെങ്കിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ നോക്കാം. ഇവിടെ 7ലും 14ലും നമുക്ക് 7 വെച്ച് എടുക്കാം. അപ്പൊ 5ല് നമുക്ക് 7ന്റെ ഫാക്ടർ അല്ല, അപ്പൊ അതുകൊണ്ട് 5 അങ്ങനെ തന്നെ ഇറക്കി എഴുതി. 7ൽ 7 ഒരു പ്രാവശ്യം, 14ൽ 7 2 പ്രാവശ്യം. ഇനി വീണ്ടും ഇതിൽ കോമൺ ആയിട്ട് എടുക്കാൻ പാകത്തിന് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 7 5 35, 35 × 2 70. അപ്പൊ ഇതിന്റെ LCM എന്ന് പറയുന്നത് 70 ആയിരിക്കും. ഈ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 70 ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. 91ാമത്തെ ചോദ്യം നോക്കാം. 5 വർഷം മുൻപ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമുക്ക് നോക്കാം. സാബുവിന്റെ വയസ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വയസ്സ് X ആയിട്ട് എടുക്കാം നമുക്ക്. ഷീലയുടെ വയസ്സ് എന്ന് പറയുന്നത് Y-യുമായിട്ട് എടുക്കാം. ഇനി ക്വസ്റ്റ്യൻ തുടങ്ങുന്ന 5 വർഷം മുമ്പത്തെ കാര്യമായിട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പൊ 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് എത്രയായിരിക്കും? X - 5 ആയിരിക്കുമല്ലോ. ഷീലയുടെ വയസ്സും പുറകോട്ട് കുറയുമല്ലേ. Y-യിൽ നിന്നും 5 വയസ്സ് കുറയുന്നതായിരിക്കും ഷീലയുടെയും പ്രായം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കിക്കേ. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സെന്ന് പറയുന്നത് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. അപ്പൊ ഇതാണ് സാബുവിന്റെ വയസ്സ്. സാബുവിന്റെ വയസ്സ് ഈക്വൽ ടു വാട്ട്? ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങ്. ഇതാണ് ഷീലയുടെ വയസ്സ്, അതിന്റെ 3 മടങ്ങായിരുന്നു. അപ്പൊ ഒരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. ഇതൊന്ന് സോൾവ് ചെയ്ത് അങ്ങ് എഴുതാം നമുക്ക്. X - 5 = 3y - 15. റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ X - 3y = -15 + 5 എന്ന് പറയുമ്പോൾ X - 3y = -10 നമുക്ക് കിട്ടും. ഒരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിട്ടോ. അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയാണ്, ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. അവരുടെ വയസ്സുകളുടെ വ്യത്യാസം, സാബുവിന്റെ വയസ്സെന്ന് പറയുന്ന X എന്ന് പറയുന്നത് ഷീലയേക്കാൾ 12 വയസ്സ്, ഷീലയുടെ വയസ്സിനേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട് സാബുവിന് എന്നൊരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമതൊരു ഇക്വേഷനോടെ നമുക്ക് കിട്ടിയല്ലോ. ഇപ്പൊ ഇതിൽ എന്താ നമുക്ക് മനസ്സിലാകുന്നത്? സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിനേക്കാൾ 12 കൂടുതലാണ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഷീലയുടെ വയസ്സാണ്. ഷീലയുടെ വയസ്സ് Y എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തേലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Y നമുക്ക് അതിൽ നിന്ന് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും.
രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിന് y+12 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് 1 കൊണ്ടുപോയി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെ മാറും ഇക്വേഷൻ? y+12 എക്സിന്റെ സ്ഥാനത്ത് എക്സിന്റെ വാല്യൂ അങ്ങ് ഇട്ട് കൊടുത്തു, y+12 മൈനസ് 3y ഇസ് ഈക്വൽ ടു -10. അപ്പം ഇതെങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ y+12 മൈനസ് 3y ഇസ് ഈക്വൽ ടു -10. അപ്പം y മൈനസ് 3y എന്ന് പറയുമ്പോൾ -2y പ്ലസ് 12 is equal to -10. -2y is equal to 12 അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും, -10 -12. So -2y is equal to -22. അപ്പോൾ which is equal to y is equal to 11. അപ്പോൾ y എന്ന് പറയുന്നത് ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്ന് കിട്ടി? 11 വയസ്സാണ് എന്ന് കിട്ടി. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിന് NQXG എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് ഏതാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഈ തന്നേക്കുന്ന ആദ്യം എടുത്ത് എഴുതുക. ലവിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? NQXG. അപ്പൊ നമുക്ക് നോക്കാം ഇതെന്താ ഇവർ തമ്മിൽ ഏത് കണക്ഷനിലാണ് ഇവരിങ്ങനെ റെപ്രസെന്റ് ചെയ്തേക്കണേന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, എല്ല് കഴിഞ്ഞ് എന്നാ വന്നേക്കുന്നത്. അപ്പൊ ഒരു എമ്മിന്റെ ഗ്യാപ്പ് അവിടെ വന്നു, ഒരു ലെറ്ററിന്റെ ഗ്യാപ്പ് വന്നു അല്ലെ, LMN. ആ ഒരു ലെറ്ററിന്റെ ഗ്യാപ്പ് വന്നു. ഇവിടെ നോക്കിക്കേ, O കഴിഞ്ഞിട്ട് Q വന്നു. അപ്പോൾ ദാ പിയുടെ ഒരു ഗ്യാപ്പ്, ഒരു ലെറ്ററിന്റെ ഗ്യാപ്പ്, OPQ. ഇവിടെയോ UVW, അവിടെയും ഒരു ലെറ്ററിന്റെ ഗ്യാപ്പാണ് വന്നേക്കുന്നത്. E കഴിഞ്ഞിട്ട് F ഇല്ല, ആ F എന്ന സിംഗിൾ ലെറ്ററിന്റെ ഗ്യാപ്പ് ഇവിടെയും വന്നു. അപ്പൊ എല്ലായിടത്തും ഒരു ലെറ്ററിന്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ സെയിം ഇതിൽ തന്നെ നമുക്ക് ഹെയ്റ്റിനെ എഴുതേണ്ടി വരും. നോക്കാം, HATE. അപ്പൊ H കഴിഞ്ഞിട്ട് ഏത് എഴുതണം? I ആണോ എഴുതേണ്ടത്? അല്ല, ഒരു ലെറ്റർ ഗ്യാപ്പ് കൊടുക്കണം. ഐയുടെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അടുത്തത് J. A കഴിഞ്ഞിട്ട് B എഴുതരുത്, ഒരു ലെറ്റർ ഗ്യാപ്പിൽ C. T കഴിയുമ്പോൾ U അല്ല, ആ ഒരു ലെറ്റർ ഗ്യാപ്പ് കൊടുത്ത V. E കഴിഞ്ഞാൽ F അല്ല, 1 ലെറ്റർ ഗ്യാപ്പിൽ G. അപ്പൊ ഇങ്ങനെ വരും JCVG. ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 1 മൈനസ് 1/2 ഇൻറ്റു 1/2 പ്ലസ് 1/2. ഇത് ഒരു ബോഡ്മാസ് റൂളിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇത് വരുന്നത്. അതായത് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇതെല്ലാം തരുമ്പോൾ നമുക്കതിന്റെ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട ഓർഡർ, അതാണ് ബോഡ്മാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോഡ്മാസ് അതായത് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറിലാണ്. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. പിന്നെ ഓഫ് ഉണ്ടെങ്കിൽ അത്, ദെൻ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിനുശേഷം അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അപ്പൊ ഈ തന്നേക്കുന്ന എക്സ്പ്രഷൻ നമുക്ക് ആദ്യം ഇങ്ങോട്ട് എടുത്തെഴുതാം. 1 മൈനസ് 1/2 ഇൻറ്റു 1/2 പ്ലസ് 1/2. ഇങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാം. നമുക്ക് എങ്ങനെയാ? രണ്ട് ഫ്രാക്ഷനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ദെൻ ഡിനോമിനേറ്ററിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 മൈനസ് 1 ഇൻറ്റു 1 1 ബൈ 2 ഇൻറ്റു 2 4 പ്ലസ് 1/2. ഇനി നമുക്ക് ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അഡീഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അഡീഷൻ ചെയ്യണതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഈ എക്സ്പ്രഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 1 പ്ലസ് 1/2 മൈനസ് 1/4. നമുക്ക് അടുത്ത ചെയ്യേണ്ട അഡീഷൻ ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒന്ന് അറേഞ്ച് ചെയ്തു എന്നുള്ളൂ. നമുക്ക് ഇനി എന്നിട്ട് ഈ അഡീഷൻ പെർഫോം ചെയ്യും. 1 പ്ലസ് 1/2. 1 പ്ലസ് 1/2 നമുക്കറിയാം 3/2 ആണ്. ഇത് ഫ്രാക്ഷൻ കാൽക്കുലേഷൻ ഇത്തിരി ടഫ് ആയിട്ടുള്ളവർക്ക് വേണ്ടി സ്റ്റെപ്പ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുക. 2 ഇൻറ്റു 1 2, 2 പ്ലസ് 1 3, 3/2 മൈനസ് 1/4. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 3/2 മൈനസ് 1/4 ആയി ഇത്. അപ്പോൾ 4 2 എന്നതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് 4 എന്ന ഫ്രാക്ഷൻ എടുക്കാം. എന്നിട്ട് ഇവിടെ എന്ത് വരും? 4 ഇൻറ്റു 3/2 6 എന്ന് വരും. 6 മൈനസ് 4/-1 6 മൈനസ് 1 5/4 എന്ന് വരും ഇതിൻ്റെ ആൻസർ. ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ കാൽക്കുലേഷൻ, അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് എഴുതി. 5/4 5/4 എന്നൊരു ആൻസർ ഇതിലില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പക്ഷെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് ഉണ്ട് താനും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഫ്രാക്ഷൻ നോക്കി കണ്ടുപിടിക്കുകയാണ്. 5/4 എന്ന് പറയുമ്പോൾ ഒരു 4 4 5 4 പോയാൽ 1. അപ്പൊ ഇതെങ്ങനെ വരും? 1ഉം
4/1. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? ഇനി 94ാമത്തെ ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? AZ, BY, CX, DW. ആ തന്നിരിക്കുന്ന ശ്രേണി നമുക്ക് ആദ്യം ഒന്ന് എടുത്തെഴുതാം. AZ, BY, CX, DW. ദെൻ നോക്കിക്കേ, ഇത് എങ്ങനെയാ പോയേക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാ പദങ്ങളിലെയും ആദ്യത്തെ ലെറ്റേഴ്സ് ഒന്ന് നോക്കിയേ. A, B, ഒരു ലെറ്റർ കൂടി A പ്ലസ് A കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലെറ്റർ A, B ആയി. B എന്ന് പറയുന്നത് C ആയി. C എന്ന് പറഞ്ഞത് D ആയി. പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താവും? D എന്ന് പറയുന്നത് E ആയിരിക്കും. ഇനി രണ്ടാമത്തെ ആ ഓരോ ടൈമിലും രണ്ടാമത്തെ പദം നോക്കാം. ഇസഡിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇസഡ് എന്ന് എന്തായി? ഒന്ന് കുറഞ്ഞ് Y ആയി. Y ദെൻ X ആയി. X W ആയി. അപ്പൊ W എന്തായിരിക്കും? Wന് തൊട്ട് മുമ്പുള്ള പദം. എല്ലാം പുറകോട്ടേക്ക് ഒന്ന് കുറഞ്ഞാ വരുന്നത് അല്ലേ? ഇസഡ് എന്നുള്ളത് ഒന്ന് കുറഞ്ഞ് Y ആയി. Y എന്നുള്ളത് ഒന്ന് കുറഞ്ഞ് X ആയി. X എന്നുള്ളത് W ആയി. അപ്പൊ W എന്നുള്ളത് അത് ഒന്ന് കുറയുമ്പോ എന്താവും? VW. അപ്പൊ Wന് തൊട്ട് മുമ്പുള്ള V വരും ഇവിടെ. അപ്പോൾ ഇവരുടെ വരുന്ന പദം എന്ന് പറയുന്നത് EV. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം പ്രിലിംസ് ലെവലിലുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് 95ാമത്തെ ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോ പ്രോസസ്സും അതിന്റെ ഓർഡർ എങ്ങനെയാ വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം എന്താ ചെയ്യുന്നത്? താരതമ്യമാണോ? അല്ല. അതിനു മുമ്പ് എന്ത് ചെയ്യണം? നമുക്കൊരു നിരീക്ഷണം നടത്തണം അല്ലെ? ആദ്യം നമ്മളൊന്ന് നിരീക്ഷിക്കും. അപ്പൊ നിരീക്ഷണമാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ ആദ്യം വന്നു. ഇനി നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വർഗീകരണം അല്ല, നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല, അപഗ്രഥനമല്ല. അതിനു മുമ്പ് നമുക്കൊന്ന് താരതമ്യം ചെയ്യണം. നമ്മൾ കണ്ടെത്തിയ ഓരോ നിരീക്ഷണങ്ങളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യണം. താരതമ്യ പഠനം നടത്തും. അപ്പൊ അത് രണ്ടാമത്തെ പ്രോസസ്സ്. താരതമ്യം ചെയ്തു കഴിഞ്ഞാലോ നമുക്ക് അവയൊന്ന് വർഗീകരിക്കാം അല്ലെ? വർഗീകരണമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. വർഗീകരണം കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു അപഗ്രഥനത്തിലേക്ക് എത്താം. അത് 5ാമത്തെ. അപ്പൊ നെക്സ്റ്റ് വരുന്നത് 5ാമത്തെയാണ്. അപഗ്രഥനം കഴിഞ്ഞാലോ നമുക്ക് ലാസ്റ്റ് നിഗമനത്തിലേക്ക് എത്താം, നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്താം. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർ വരുന്നത്. 3, 1, 2, 5, 4 അങ്ങനെ വരുന്നത് എവിടെയാ? ബിയിലാണ് ആ ഒരു ഓർഡറിലേക്ക് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 96ാമത്തെ ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര്? 63, 67, 71, 73. ഈ സംഖ്യകളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മൂന്നും പ്രൈം നമ്പേഴ്സ് ആണ്. 67, 71, 73. ഈ നമ്പേഴ്സിന് ആ നമ്പറും ഒന്നും അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. 63 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. അപ്പൊ ഇതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് 6ന്റെ, അതായത് അതിന്റെ അടുത്ത് ഒന്നെങ്കിൽ ആ നമ്പർ കഴിഞ്ഞ് അല്ലെങ്കിൽ തൊട്ട് മുമ്പ് 6ന്റെ മൾട്ടിപ്പിൾ ഉണ്ട് എങ്കിൽ ആ നമ്പർ പ്രൈം നമ്പർ ആയിരിക്കും. ഇപ്പം നമുക്ക് ഈ 67 ഒന്ന് എടുത്തു നോക്കാം. 67 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? 68 ഉണ്ട്. 67ന് തൊട്ട് മുമ്പ് 66 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 6ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഈ നമ്പർ പ്രൈം നമ്പർ ആയിരിക്കും. നോക്കിക്കേ, ഇതിൽ 66 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 11 6 അല്ലേ 66. അപ്പൊ 67 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 71 എടുത്തു നോക്കാം. 71ന്റെ രണ്ട് സൈഡിലും 71 കഴിഞ്ഞ് 72, 71ന് മുമ്പ് 70. അല്ലെ 70 6ന്റെ മൾട്ടിപ്പിൾ അല്ല. പക്ഷെ 72 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 12 × 6 ആണല്ലോ 72. അപ്പൊ 71 പ്രൈം നമ്പർ ആണ്. ഇനി 73ന്റെ രണ്ട് സൈഡിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 74 ഉണ്ട്, 72 ഉണ്ട്. ഇതില് 74 എന്ന് പറയുന്ന 6ന്റെ മൾട്ടിപ്പിൾ അല്ല. 72 പക്ഷേ 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 12 6 72 നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. അപ്പൊ 73 പ്രൈം നമ്പർ ആണ്. ഇനി 63 നമുക്കൊന്ന് നോക്കാം. 63ന്റെ രണ്ട് സൈഡിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 62 ഉണ്ട്, 64 ഉണ്ട്. 62 6ന്റെ മൾട്ടിപ്പിൾ അല്ല, 64 6ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഈ 63 എന്ന് പറയുന്ന പ്രൈം നമ്പർ ആണോ? അല്ല.
1ഉം 63യും 63ആണ്. 9 × 7 63 ആണ്. അപ്പൊ അതാ ഇതിന് ഒന്നിൽ കൂടുതൽ, അതായത് ഒന്നും ആ നമ്പറും അല്ലാത്ത ഘടകങ്ങളും ഉണ്ട്. അപ്പൊ അത് പ്രൈം നമ്പർ അല്ല. ഇങ്ങനെ ഒരു ഈ 6ന്റെ മൾട്ടിപ്പിൾസ് രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് ആ നമ്പർ പ്രൈം നമ്പർ ആണോ എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ 63ആണ് പ്രൈം നമ്പർ അല്ലാത്ത സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയാൻ എന്ന് പറയുന്നത് 63ആണ്. ബാക്കി 3ഉം പ്രൈം നമ്പേഴ്സ് ആണ്. കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് നിൽക്കുന്നു. എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? വരിയും നിരയും അല്ലെങ്കിൽ സ്ഥാനനിർണയം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ചോദ്യമാണിത്. ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. T = L + R - 1. ഇതിലെ ഓരോ ടേം എന്താണെന്ന് ഞാൻ പറയാം. T എന്ന് പറഞ്ഞാൽ ആ വരിയിലുള്ള ആകെ ആളുകളുടെ എണ്ണമാണ്. L എന്ന് പറയുന്നത് ഇടത്തു നിന്നും അയാൾ എത്രാമതാണ് അല്ലെങ്കിൽ മുന്നിൽ നിന്നും അയാൾ എത്രാമതാണ് എന്ന് കാണിക്കുന്നതിനാണ് L എന്ന ടേം. R എന്ന് പറയുന്നത് വലത്തുവശത്തു നിന്നും അയാൾ എത്രാമതാണ് അല്ലെങ്കിൽ പിന്നിൽ നിന്നും അയാൾ എത്രാമതാണ് എന്ന് കാണിക്കാനാണ് R വരുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ T = L + R - 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ വരി. ഈ വരിയിൽ ആകെ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. ഇതാ ഇവിടെയാണ് രാഹുൽ നിൽക്കുന്നത്. മുമ്പിൽ നിന്ന് ഇങ്ങനെ എണ്ണി വന്നു. ഇതാ ഇവിടെ രാഹുൽ നിൽക്കുന്നു. മുമ്പിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ എവിടെയാണ് നിൽക്കുന്നത്? 16ാമതാണ് നിൽക്കുന്നത്. അവിടെ നമുക്ക് വരച്ചിടാം. 16ാമതാണ് രാഹുൽ നിൽക്കുന്നത്. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് നിൽക്കുന്നു. പിന്നിൽ നിന്ന് ഇങ്ങനെ എണ്ണി വന്നു. ദാ ഇവിടെ ഫാത്തിമയും നിൽക്കുന്നുണ്ട്. ഫാത്തിമ എത്രാമതാണ് പിന്നിൽ നിന്ന് എണ്ണിയപ്പോൾ? 38ാമതായിട്ട് നിൽക്കുന്നു. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? രാഹുലിന്റെയും ഫാത്തിമയുടെയും ഇടയിൽ വരിയിൽ എത്ര കുട്ടികൾ? ഇവർക്ക് ഇടയിൽ ഇവിടെ എത്ര കുട്ടികൾ ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇവിടെ എത്ര കുട്ടികളുണ്ടെന്ന്, ഇവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ എത്രാമതാ നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ രാഹുലിന്റെ ഒരു സൈഡിൽ നിന്നുള്ളതുകൊണ്ട് ഫാത്തിമയുടെ മറ്റേ സൈഡിൽ നിന്നുള്ളതുകൊണ്ട്, രാഹുലിന്റെ പിന്നിൽ നിന്നുള്ളതുകൊണ്ട് രാഹുലിന്റെ മുന്നിൽ നിന്നുള്ളതുകൊണ്ട് ഫാത്തിമയുടെ പിന്നിൽ നിന്നുള്ളതുകൊണ്ട്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഇടയിലുള്ള എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ത് വേണം? രണ്ടുപേരുടെയും ഒരേ ഡയറക്ഷനിലുള്ള പൊസിഷൻ കിട്ടണം. എങ്കിലാണ് നമുക്ക് ഇവരുടെ ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ രാഹുലിന്റെ പിന്നിൽ നിന്നുള്ള പൊസിഷൻ കണ്ടുപിടിക്കാൻ, കാരണം ഫാത്തിമയുടെ പിന്നിൽ നിന്നുള്ള പൊസിഷൻ ഉണ്ട് നമുക്ക്. അപ്പൊ രാഹുലിന്റെ പിന്നിൽ നിന്നുള്ള പൊസിഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് അവരുടെ ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഫാത്തിമയുടെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ രാഹുലിന്റെ എടുത്തു എന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് രാഹുലിന്റെ ഒന്ന് നോക്കാം. രാഹുലിന്റെ പിന്നിൽ നിന്നുള്ള പൊസിഷൻ, അതായത് നമുക്ക് 6 രാഹുലിന്റെ പിന്നിൽ നിന്നുള്ള പൊസിഷൻ എന്ന് പറയുമ്പോൾ 6 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മുന്നിൽ നിന്നുള്ള പൊസിഷൻ ഉണ്ട്. എത്രയാണത്? L എന്ന് പറയുന്നത് 16ആണ്. രാഹുലിന്റെ മുന്നിൽ നിന്ന് ഉള്ള പൊസിഷൻ 16ാമതാണ് രാഹുൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് L 16 എന്ന് എടുക്കാം. പിന്നെ നമുക്കറിയാം ഈ വരിയിൽ ആകെ എത്ര പേരാ ഉള്ളത്? ടോട്ടൽ എന്ന് പറയുന്നത് 50ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? രാഹുലിന്റെ പിന്നിൽ നിന്നുള്ള പൊസിഷൻ 6ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? T = L + R - 1. അപ്പൊ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 50 പേരുണ്ട്. രാഹുൽ മുന്നിൽ നിന്ന് എത്രാമതാണ്? 16ാമതാണ്. പിന്നിൽ നിന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. -1. ഇക്വേഷനിലേക്ക് അതെല്ലാം ഇട്ടുകൊടുത്തു. ഇനി ഇതിൽ നമുക്ക് 6 കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ ആദ്യം ഒന്ന് സോൾവ് ചെയ്യാം. 50 = 16ൽ നിന്ന് 1 പോയാൽ 15 + 6. അപ്പം അങ്ങനെയാണെങ്കിൽ 6 എന്ന് പറയുന്നത് എന്ത് വരും? 50 - 15. 15 പോയാൽ 5, 4ൽ നിന്ന് 1 പോയാൽ 3, 35. അപ്പൊ അതായത് രാഹുൽ മുന്നിൽ നിന്ന് 16ാമതാണെന്ന് കിട്ടി, പിന്നിൽ നിന്ന് എത്രാമതാണെന്ന് കിട്ടി? 35ാമതാണെന്നും കിട്ടി. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ രാഹുലിന്റെയും ഫാത്തിമയുടെയും ഒരേ ഡിറക്ഷനിലുള്ള 2 പൊസിഷൻ വാല്യൂസ് നമുക്ക് കിട്ടി. അത് ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കാം. ഇവിടെ രാഹുൽ നിൽക്കുന്നു, ഇവിടെ ഫാത്തിമയും നിൽക്കുന്നു. രാഹുല് പുറകിൽ നിന്നും എത്രാമതാണ് നിൽക്കുന്നത്? 35ാമതും. ഫാത്തിമ പിന്നിൽ നിന്ന് എത്രാമതാണ്?
8ാമതുമാണ് നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ടെന്ന് നമ്മളോട് ചോദിക്കുന്നത്. ഈ 35ന്റെയും 38ന്റെയും ഇടയ്ക്ക് എത്ര കുട്ടികളുണ്ടെന്ന് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അത് എന്തുകൊണ്ടാണ് ഈ 1 കുറയ്ക്കുന്നേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് എണ്ണി നോക്കി, 35ന്റെയും 38ന്റെ ഇടയ്ക്ക് എത്ര കുട്ടികളുണ്ടാവും? 36, 37. 2 കുട്ടികളല്ലേ ഉണ്ടാവുക? 1, 2. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് 2 ആയിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കാണെങ്കിലും 3ലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ട്. കാരണം 35ന്റെയും നമുക്ക് ഇവിടം വരെ എല്ലാവരും വളരെ പക്കയായിട്ട് ചെയ്യും. 35നും 38നും ഇടയിൽ എത്ര കുട്ടികളുണ്ടെന്ന് വരെ 35 വരെയൊക്കെ കണ്ടുപിടിക്കും. ഇതിന്റെ ഇടയിൽ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വേഗം 38ന്ന് 35 കുറച്ച് 38ന്ന് 35 3 ഓപ്ഷനിൽ ഉണ്ട് 3 വേഗം കയറി ബി കറപ്പിക്കും, നെഗറ്റീവ് അടിക്കുകയും ചെയ്യും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഒന്ന് നോക്കിക്കേ, 1നും 4നും ഇടയിൽ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര നമ്പറാ ഉള്ളേ? 2, 3. 2 നമ്പേഴ്സാ ഉള്ളേ അല്ലെ? അതെങ്ങനെയാ? 4ൽ നിന്നും 1 കുറച്ചു 3, അതിൽ നിന്നും 1 കുറച്ചു, അപ്പൊ 2 വന്നു. അങ്ങനെയാണ് ഇവിടെ 2 എന്നുള്ള ഇതിലേക്ക് എത്തിയ. അല്ലെങ്കിൽ വേറെ നോക്കാം, 1നും 6നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 4 നമ്പേഴ്സ് ആണ് ഉള്ളത്. 2, 3, 4, 5 അല്ലെ? അപ്പൊ ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും പെട്ടെന്ന് ചെയ്തു പോരുമ്പോൾ ഈ കുറച്ചെടുക്കുമ്പോൾ ഈ 1 ഇതിൽ നിന്ന് കുറയ്ക്കാനായിട്ട് വിട്ടുപോകും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ആ ഒരു കേസിൽ മാത്രമാണ് നമ്മുടെ ഇവിടെ നെഗറ്റീവ് അടിക്കാനൊരു സാധ്യതയുള്ളൂ. ഈ ഇടയിലുള്ള ആളുകളുടെ എണ്ണം ചോദിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും പൊസിഷന്റെ ഇത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും 1 കുറയ്ക്കുന്ന കാര്യം ഒരിക്കലും വിട്ടുപോകരുത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ഷനിൽ നിന്നുള്ള 1 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? ഈ ദിശ നിർണയത്തിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 4 സൈഡും മാർക്ക് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഇങ്ങനെയാണ് എങ്കിൽ ഇത് വടക്ക്, മുകളിലായിരിക്കും വടക്ക്, താഴെ തെക്ക്, ഇവിടെ കിഴക്ക്, ഇത് പടിഞ്ഞാറ്. വടക്കും തെക്കും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മുകളിലാണ് വടക്ക്, താഴെ തെക്ക്. എല്ലാവർക്കും കിഴക്കും പടിഞ്ഞാറുമാണ് പൊതുവെ തിരിഞ്ഞു പോകുന്നതായിട്ട് കേട്ടേക്കുന്നത്. അതിന് പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു കോഡെന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന സൈഡ് ഏതാണോ അത് കിഴക്ക്. അതായത് നമ്മുടെ വലത്തുവശത്താണ് ഇത് കിഴക്ക് എഴുതേണ്ടത്. വലത്ത് കൈ കൊണ്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. കഴിക്കുന്ന സൈഡ് കിഴക്ക്, കഴിക്കുന്നത് കിഴക്ക്. അപ്പൊ അതാ വലത്തുവശത്ത് കിഴക്ക് മാർക്ക് ചെയ്യണം. അതിന് ഓപ്പോസിറ്റ് പടിഞ്ഞാറ് മാർക്ക് ചെയ്യണം. ഇനി ഈ തന്നിരിക്കുന്ന ചോദ്യത്തില് വലത്തോട്ട് തിരിഞ്ഞു അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വലതുവശത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ പോകേണ്ടത് ക്ലോക്ക് വൈസിലായിരിക്കണം. ഇടതുവശത്തേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ പോകേണ്ടത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലും ആയിരിക്കണം. ക്ലിയർ ആയോ? 4 ഡയറക്ഷനും മാർക്ക് ചെയ്യാൻ പഠിക്കുക. അതിൽ വലത്തുവശത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്യണം. ഇടത്തുവശത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഡയറക്ഷൻസ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാ വടക്ക്, താഴെ തെക്ക്, ഇവിടെ കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്. ഇനി നോക്കാം. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. ഇതാ ഇവിടെയാണ് അയാളുടെ വീടെന്ന് വിചാരിക്കുക. എന്നിട്ട് അയാൾ ഇവിടെ നിന്ന് 12 കിലോമീറ്റർ തെക്കോട്ട്, ഇതാണല്ലോ 12 തെക്ക്, 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട്, അതാ ഇവിടെ എത്തിയ ആള് പിന്നെ എങ്ങോട്ട് സഞ്ചരിച്ചു? 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇതാ ഇവിടെയാണ്, ഇങ്ങോട്ടേക്ക് 7 കിലോമീറ്റർ സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പൊ ഇവിടെ ആള് വന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇനി എങ്ങോട്ടാ പോകുന്നേ? 4 കിലോമീറ്റർ വലത്തോട്ട്. വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സാധനം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ഇങ്ങനെയല്ലേ ക്ലോക്ക് പോരുന്നത്. അപ്പൊ 4 കിലോമീറ്റർ വലത്തോട്ട് എന്ന് പറയുമ്പോൾ നേരെ താഴത്തേക്ക് വരയ്ക്കാം. 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആള് ഇനി 7 കിലോമീറ്റർ വലത്തോട്ട്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ആള് ഇനി ക്ലോക്കിലെ സൂചി പോകുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ. ഇങ്ങോട്ടേക്കും 7 കിലോമീറ്റർ വന്നു. ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ വന്നു ആളിപ്പോ.
എന്നിട്ട് ചോദിച്ചേക്കാണ് ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്. ഇവിടെയാണല്ലോ ആള്, ഇതാണ് ആളുടെ വീട്. അപ്പൊ ഇത്രയും ദൂരം ഇയാൾ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്? തെക്ക് വശത്താണ് നിൽക്കുന്നത്. അയാളുടെ തുടങ്ങിയ സ്ഥാനത്ത് നിന്നും അയാള് വീട്ടിൽ നിന്നും തെക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. എന്തോരം ദൂരെയാണ് നിൽക്കുന്നത്? ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ നമുക്ക് 12 അറിയാം. ഈ ദൂരം എന്ന് പറയുന്നത് എത്രയാ? 4 അല്ലെ. അപ്പൊ 12 + 4 16 കിലോമീറ്റർ. 16 കിലോമീറ്റർ തെക്കായിട്ടാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. അയാൾ വീട്ടിൽ നിന്നും 16 കിലോമീറ്റർ തെക്ക് മാറിയാണ് നിൽക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 99ാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് 5 കുട്ടികളുണ്ടെന്നറിയാം. ഈ 5 കുട്ടികളെയും ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈനിൽ 5 കുട്ടികളെ നമുക്ക് ഇങ്ങനെ നിരത്തിയിരുത്താം. 1 2 3 4 5 ഇങ്ങനെ 5 കുട്ടികൾ ഇരിക്കാം. ഇതിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും മുകളിൽ ആര് വരും? ഡി വരും. അതിനെ നമുക്ക് അങ്ങ് ഉറപ്പിച്ചു വെക്കാം. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ബാക്കി എല്ലാം പോണത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. അപ്പൊ ബിയുടെ ഭാരം എന്ന് പറയുന്നത് ഡിയേക്കാളും കുറവാണ്, എയേക്കാളും കുറവാണ്. അപ്പൊ എയുടെയും താഴെയാണ് ബി വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എ അങ്ങ് വെച്ച് നോക്കാം. അപ്പൊ ഇതിന്റെ താഴെ ബി വരും. ഇപ്പൊ നോക്കിക്കേ, ശരിയായില്ലേന്ന്? ബിയുടെ ഭാരം ഡിയേക്കാളും കുറവാണ്, എയേക്കാളും കുറവാണ്. ശരിയായല്ലോ. അടുത്തത്, ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഇയുടെ ഭാരമാണ് ഇനി പറയാൻ പോകുന്നത്. ഇയുടെ ഭാരം ബിയേക്കാൾ കുറവാണ്. അപ്പൊ ബിയേക്കാൾ കുറവാന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇയുടെ ഭാരം എന്ന് പറയുന്നത് സിയേക്കാൾ കൂടുതലാണ്. അപ്പൊ എന്താണെങ്കിലും സിയേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ഇവിടെയല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇ എഴുതി, ഇവിടെ സിയും എഴുതി. അപ്പൊ 5 പേര് നമ്മുടെ ഇരിക്കുന്ന ഓർഡർ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചോദ്യം വേണേലും ആൻസർ ചെയ്യാം. ചോദിച്ചേക്കുന്നത് എന്താ? ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? ഏറ്റവും താഴെ ഇരിക്കുന്നതൊക്കെ സിക്കായിരിക്കും ഏറ്റവും ഭാരം കുറവ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഇനി 100ാമത്തെ ചോദ്യം നോക്കാം. ABC is equal to 6, BCD is equal to 9 ആണെങ്കിൽ CDE equal to എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് എന്ത് റിലേഷനിലാണ് ഈ 6ലേക്ക് എത്തിയേക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ABC equal to 6. ഇനിയുള്ള കേസിൽ മിക്കവാറും ഇതിന്റെ പൊസിഷൻ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6ലേക്ക് എത്താൻ പറ്റും. എന്താ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്ററാ? 1ാമത്തെ ലെറ്റർ. ബി 2ാമത്തെ ലെറ്റർ ആണ്. സി എന്ന് പറയുന്നത് 3ാമത്തെ ലെറ്റർ ആണ്. ഇത് 3ഉം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 1 + 2 + 3 1 2 3 3 6 കിട്ടുന്നുണ്ട്. അവിടെ അത് സാറ്റിസ്ഫൈ ചെയ്തു. ഈ സെയിം റിലേഷൻ എല്ലായിടത്തും ആവുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ബി സി ഡി നോക്കാം. ബി എന്ന് പറയുന്നത് 2ാമത്തെ ലെറ്റർ, സി എന്ന് പറയുന്നത് 3ാമത്തെ ലെറ്റർ, ഡി 4ാമത്തെ ലെറ്റർ. 2 3 5 4 9 9ഉം കിട്ടുന്നുണ്ട്. അപ്പൊ ആ റിലേഷൻ ഓക്കെയാണ്. അപ്പൊ ഇനി ഈ സെയിം റിലേഷനിൽ നമുക്ക് സി ഡി ഇ കണ്ടുപിടിക്കാം. സി എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്റർ ആണ്? 3ാമത്തെ ലെറ്റർ. ഡി 4ാമത്തെ ലെറ്റർ. ഇ എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 4 3 7 5 12. സി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 12 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ പ്രിലിംസ് സെക്ഷനിലെ മാത്സ് അനാലിസിസ് വരുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമ്മൾ PYQ സീരീസിലെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ്. ഓരോ ദിവസവും മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കിലെ ക്ലാസ്സുകളായിരിക്കും വരുന്നത്. അപ്പോൾ മുടങ്ങാതെ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിന്റെ നോട്ടും
പോൾ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഫെസിലിറ്റിയും എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC വോയേജറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചാനൽ അംഗമാകാത്തവർ എല്ലാവരും PSC വോയേജർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്